അരുവിക്കുഴിയിലെ കാഴ്ചയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുൻപോട്ട് പോയി. അപ്പം കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് എല്ലാം മുഴുവൻ മരങ്ങളെല്ലാം നിറഞ്ഞ റോഡുകളാണ് ചുറ്റും. കുറേ പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ തണുപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചെറുതും വലുതുമായിട്ടുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ പറ്റുന്ന പോലൊക്കെ ഇറങ്ങിയേ പോകുന്നത്. നമ്മൾ എന്തായാലും പോവല്ലേ. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് കുറേ ചവറുകൾ, പ്ലാസ്റ്റിക്കുകളൊക്കെ വന്ന് അടിഞ്ഞു കൂടുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിലെത്തുകയാണ് പിങ്ക് കളറിലും അതുപോലെ ഒരു നീല കളറിലൊക്കെ പൂക്കളൊക്കെ. ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോയി. മുമ്പോട്ട് കഴിയുമ്പോൾ പിന്നെയും ഒരിടത്ത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. ഇവിടെ കണ്ടോ, ജസ്റ്റ് ഒന്ന് നിന്നപ്പോഴത്തേക്കാണ് ഏലം കണ്ടത് കണ്ടോ. 2-3 എണ്ണമൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, കാരണം അതതിൻ്റെ സീസൺ ആയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വിളവെടുത്ത് കഴിഞ്ഞതാണോ എന്നറിയത്തില്ല. അവിടെയുണ്ട് മുൻപ് കണ്ടതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് വലുപ്പമുള്ളൊരു വെള്ളച്ചാട്ടവും ഒഴുക്കുമൊക്കെ ഉണ്ടോ. നേരം പോകാൻ വേണ്ടി നമുക്ക് എന്തായാലും ഈ വെള്ളച്ചാട്ടം ഒന്നും, നമുക്ക് കുട്ടനാട്ടുകാർക്ക് വെള്ളച്ചാട്ടം ഒന്നും എന്തായാലും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഇവിടേക്ക് ഇറങ്ങി മാക്സിമം കണ്ടും കേട്ടും ഒക്കെ പോകുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടുന്ന് അങ്ങ് പോയി അവസാനത്തെ ഇലവീഴ പൂഞ്ചിറയുടെ ഒരു ചെറിയൊരു ദൃശ്യം കേട്ടോ. താഴെ റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാര്യമാണ് കണ്ടോ. അവിടെയെന്ന് വെച്ചാൽ ജീപ്പുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരിക്കും. 1000 രൂപ കൊടുത്താൽ 4 സ്പോട്ടുകൾ കാണിക്കും കേട്ടോ, ഇലവീഴ പൂഞ്ചിറയിൽ തന്നെ. ഞങ്ങൾ അങ്ങനെ തുടങ്ങി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഈ യാത്ര. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നടുവിനൊക്കെ ചെറിയ വേദന തുടങ്ങും, എങ്കിലും വലിയ കുഴപ്പമില്ല. രസമുണ്ടായിരുന്നു പോകാനായിട്ട്. എല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് പോകുന്നൊരു അല്ലേ യാത്രയല്ലേ. ഈ ഒരു തടാകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 44-42 അടി താഴ്ചയുണ്ട് കേട്ടോ ഇവിടെ. അതായത് പ്രകൃതിയാൽ രൂപപ്പെട്ടതാണ്. അതിന് ചുറ്റും ഒന്ന് കല്ലൊക്കെ കെട്ടി ഒന്ന് റെഡിയാക്കി എടുത്തതേ ഉള്ളൂ.